അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അതായത് ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ഇതിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് പറയണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ കൊടുത്തത് ഒരു ഗൗരവമുള്ള പരാതിയാണെന്നും ഇത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പരിഹരിക്കാവുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലേക്ക് പോയതും കംപ്ലൈന്റ് കൊടുത്തതും. അല്ലാതെ എൻ്റെ പരാതി ഒരു കാര്യഗൗരവമുള്ള പരാതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു പരാതി എങ്ങനെയാണ് വ്യാജമാകുന്നത്? എങ്ങനെയാണ്? ഒന്നുകിൽ നമ്മൾ അവരെ പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയില്ലാത്തതും അവ്യക്തമായതുമാവണം, അല്ലെ, വ്യാജമായതാവണം. ഇത് രണ്ടും ഇല്ലല്ലോ. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുൻപ് ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ അതിനൊരു പരാതിയായിട്ട് പോലും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു വിഷമം, എനിക്ക് അതുകൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അത് മാത്രമേ ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെ ഗൗരവപൂർണ്ണമായിട്ട് എടുക്കണമെന്നോ ചർച്ച ചെയ്യപ്പെടണമെന്നോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ സംഘടനയിൽ പോലും ഞാനത് പറയാതിരുന്നത്. തീർച്ചയായിട്ടും ഞാൻ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതായത് ഇത് എന്നോ കഴിഞ്ഞുപോയി, പരസ്പരം രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോയ ഒരു കാര്യമാണ്. ക്ഷമ പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് നമ്മുടെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ മാഡത്തിന്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. ആകെ 20 മിനിറ്റ് സമയം മാത്രമാണ് അൻസിബയും ഞാനും എല്ലാവരും കൂടി ഒരുമിച്ച് മാഡവും ഒക്കെ കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അൻസിബയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അൻസിബ പറഞ്ഞ മാതിരി റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. ബാക്കി 35 മിനിറ്റ് 20 സെക്കൻഡ് സമയത്തോളം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുകയാണ് ചെയ്തത്. അത് വിലപ്പെട്ട റെക്കോർഡായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മളുടെ നിരപരാധിത്വം അതിൽ തെളിയിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് എന്നോ കഴിഞ്ഞ ഒരു കാര്യമാണ്. ജനുവരി 30 കഴിഞ്ഞതാണ്. എന്നിട്ട് മെയ് പകുതിയോട് കൂടിയിട്ട് പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എൻ്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എൻ്റെ മകൾക്ക് ഏകദേശം എൻ്റെ പൊക്കമുണ്ട്, എൻ്റെ പൊക്കമുള്ള എൻ്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ വനിതാ SIയുടെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെയും റിപ്പോർട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. എൻ്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അൻസിബയുടെ പ്രശ്നം ട്രിഗർ ആവുന്നത് ഞങ്ങൾ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ, ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന, ഞങ്ങളുടെ സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയാണ്. നമ്മുടെ കേരള സമൂഹം അമ്മ വലിയ ഫണ്ട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എന്തിനു ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളത് എവിടെയും പറയാത്തത് കൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി ഞങ്ങളുടെ ലൈഫ് ഡിസീസിനും അല്ലാതെയും മരുന്ന് കഴിക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിസിൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ആയിട്ടുള്ള പദ്ധതിയാണ് സഞ്ജീവനി പദ്ധതി. അമ്മ എന്ന് പറയുന്നത് പ്യോർലി ഒരു ചാരിറ്റബിൾ സംഘടനയാണ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏത് ട്രസ്റ്റിൽ നിന്നും പണം സ്വീകരിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ ഫണ്ട് സ്വീകരിച്ചു എന്നതാണ് അൻസിബെ ആദ്യം ട്രിഗർ ചെയ്ത കാര്യം. അത് പറഞ്ഞുകൊണ്ട് എന്റെ ഫോണിൽ ഞാനത് പോലീസ് ഓഫീസേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അൻസിബ ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി 14 അൻസിബ അയച്ചിട്ടുള്ള സകല വോയിസ് മെസ്സേജസും ഞാൻ തൃക്കാക്കര ACPക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അൻസിബയുടെ പ്രശ്നം ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല. അമ്മ എന്ന് പറയുന്നത് കലാകാരന്മാരുടെ സംഘടനയാണ് അല്ലേ? ഞങ്ങൾക്ക് എന്ത് ജാതി, ഞങ്ങൾക്ക് എന്ത് മതം, ഞങ്ങൾക്ക് മുസ്ലിം സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, ക്രിസ്ത്യൻ സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും, പിന്നെ അതേപോലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഫണ്ടും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ആ ഫണ്ട് എന്ന് പറയുന്നത് വൈറ്റ് മണി ആയിരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അപ്പോൾ അന്ന് മുതൽ അൻസിബയ്ക്ക് പ്രശ്നം തുടങ്ങിയാണ്. അന്ന് എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായത് കൊണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ച അൻസിബ അതേ വാക്കുകൾ തന്നെയാണ് ഈ മെയ് പകുതിയോട് കൂടിയിട്ട് ഇതേ മീഡിയാസിന്റെ മുന്നിൽ വന്നു നിന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് മുന്നിൽ കൃത്യമായ അജണ്ടയും മതവർഗീയവാദികളും അതിന്റെ പിന്നിലുണ്ട്, വർഗീയ ശക്തികളും ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്തും ഉന്നയിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതിനെയും ഇതിനെയും കൂടി, അതായത് ഞാൻ കേസ് കൊടുത്തത് ഡിസംബർ 10 ആണല്ലോ. ആ ഡിസംബർ 10 ഞാൻ കേസ് കൊടുക്കുന്ന സമയത്ത് ആദ്യം അൻസിബ പറഞ്ഞത് ഡിസംബർ 10 എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഞാൻ പരാതി കൊടുക്കുന്നത് ജനുവരി 22 അപ്പൊ എനിക്കൊന്ന് ജനുവരി ആദ്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ വരുന്നതും അൻസിബ ആ ഓഫറിനെ എതിർക്കുന്നതും. അപ്പോൾ എതിർത്തതിന് ശേഷം അൻസിബ ആദ്യം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിയും ഈ ഫണ്ടിനെ എതിർക്കുന്നത് കൊണ്ട് BJPയിലുള്ള പാർട്ടി പ്രവർത്തകരും പിന്നെ എന്താ പറയാ ക്ഷേത്രത്തിന്റെ ആൾക്കാരും ക്ഷേത്രം ഭാരവാഹികളും ശ്വേത മേനോൻ എന്ന് പറയുന്ന ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡന്റും ഞാനും ചേർന്നുകൊണ്ട് അൻസിബയ്ക്കെതിരെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതി അമ്മ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കണം എന്നായിരുന്നു അൻസിബയുടെ ആദ്യത്തെ ആരോപണം. ജനുവരി 14 ഞങ്ങൾക്ക് അയച്ച ജനുവരി 22 ശേഷം അയച്ച മെസ്സേജ് അങ്ങനെയാണ്. അപ്പം ആ മെസ്സേജിൽ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, മോൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ സമൂഹത്തിൽ വലിയ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വാക്കുകളാണ്, അതുകൊണ്ട് അത്തരം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും എൻ്റെ പരാതിയിലില്ല, എൻ്റെ പരാതി വെറും 4 വരികയേ ഉള്ളൂ, നീ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കൂ എന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് ആ കുട്ടി എന്ത് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് ഇന്ന് ഈ മെയ് പകുതിയോട് കൂടിയിട്ടും ഇതേ ചാനലുകളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അൻസിബ പറയുന്നത്. അതിൽ നിന്ന് തന്നെ എനിക്ക് ഉറപ്പാണ് അത് തന്നെയാണ് അൻസിബയുടെ പ്രശ്നം. തെളിവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, തെളിവുകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പോലീസിന്. അന്ന് എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്തിട്ട് അയച്ചത് ഇതൊരു കരുതി കൂട്ടിയിട്ട് ഇത് വേണം എന്ന് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. പിന്നിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആണ് എന്ന് ഞാൻ പറയുകയല്ല, എന്റെ സംശയം അതാണ്. ആണ് എന്ന് ഞാൻ പറയുന്നില്ല, ആണ് എന്ന് ഞാൻ കൃത്യമായിട്ടും ബലമായി സംശയിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ ഇതൊരു കരുതി കൂട്ടിയുള്ള ഒരു പ്ലാനിങ് ആണ്. അമ്മ എന്ന് പറയുന്ന ഞങ്ങളുടെ ഓർഗനൈസേഷനെ തകർക്കണം, ഞങ്ങൾ കുറച്ച് മനുഷ്യരെ ബലിയാടാക്കണം, ഒന്നും അറിയാത്ത ഞങ്ങളുടെ അംഗങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിടുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൃത്യമായിട്ട് കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വെറുതെ ഒരു ആരോപണമല്ല എന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് സംശയിച്ചുകൂടെ? എന്റെ സംശയമാണ് ഞാൻ പറയുന്നത്. ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ഞങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജുകളും വോയിസ് മെസ്സേജസും കാര്യങ്ങളും എല്ലാം തന്നെ എൻ്റെ ഫോണിലുണ്ട്. ഇതെല്ലാം ഞാൻ തൃക്കാക്കര ACPക്ക് കൈമാറിയിട്ടുമുണ്ട്. അത് എൻ്റെ സംശയത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാദമുഖങ്ങളെല്ലാം തന്നെ അതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സംശയിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉള്ള ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ പറയൂ. തീർച്ചയായിട്ടും സ്വീകരിക്കും. അതായത് ഒരു മതചിഹ്നം വരാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്?
എന്തുകൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു കുരിശ് അവിടെ വന്നാൽ, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പേര് വന്നാൽ എന്താണ് പ്രശ്നം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.